അറിയോ, ഞാൻ അവനെ ഇടിച്ചു ഭയപ്പെടുത്തു. അവസാനം അവൻ കരഞ്ഞു നിലവിളിച്ചോണ്ട് ഓടുവായിരുന്നു. എന്റെ പൊന്നടി കിങ്ങിണി, ഒന്ന് നിർത്തടി നിന്റെ ഈ പുളുവടി. ഇത് കേട്ട് കേട്ട് എന്റെ വയറ് വിശക്കുന്നു. ആഹാ, ഇത് നല്ല പാട്. ചേച്ചിക്ക് വിശക്കുന്നെങ്കിലേ അത് വല്ല കൊക്കപ്പുഴുവിന്റെ അസുഖമായിരിക്കും. ഇതിനെ വല്ല മരുന്ന് കഴിച്ചാലേ മാറത്തുള്ളെന്നാണ് എനിക്ക് തോന്നുന്നേ. അല്ല ചേച്ചി, ചേച്ചി ഇപ്പഴല്ലേ 2 ഊറ്റിപ്പുട്ടും 2 പേരും കടലക്കറിയും കഴിച്ചത്? ഇത് കിണിക്കിനി കൊക്കപ്പുഴു ആർക്കാന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാടി. കഴിഞ്ഞ ദിവസമേ എനിക്കും ചിന്നുവിനും കൂടെ വറുത്ത് വെച്ച വാർത്തമീൻ കട്ടെടുത്ത കള്ളിപ്പൂച്ചയാരാന്നേ ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി. തല്ലി കൊല്ലണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോണം. അയ്യോ, നിങ്ങൾ എല്ലാവരും കൂടെ അടി കൂടല്ലേ. ഇനി ഇതെങ്ങാനും കെട്ടേണ്ട അമ്മായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല അടി കിട്ടും. ആ, അല്ലെങ്കിൽ ഞാനാരോടും പിണങ്ങാനൊന്നും ഇല്ല. പോട്ടെ പോട്ടെ. അങ്ങനെയൊന്നും നീ പിണക്കമില്ലാതിരിക്കുന്നവളല്ലല്ലോ. ഇന്നിതിപ്പോ എന്ത് പറ്റി? അത് ചേച്ചി, ചേച്ചി കുറ്റം പറഞ്ഞാലും സത്യത്തിൽ എനിക്കും വിശക്കുന്നൊക്കെ ഉണ്ട്. അടുക്കളയിൽ പോവാന്ന് വെച്ചാ അവിടെ ആണെങ്കിൽ ചോറും കറിയൊക്കെ ഉള്ളു. അതൊന്നും കഴിക്കാനൊന്നും തോന്നുന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഐഡിയ! ദേ നോക്കിക്കേ, കണ്ണാച്ചി മാവില് നല്ല പച്ച മാങ്ങ തിപ്പുണ്ട്. ഈ മാങ്ങ നല്ല ഉപ്പും മുളകും കൂട്ടി തിന്നാലുണ്ടല്ലോ എന്റെ സാറേ. പക്ഷെ കണ്ണാച്ചി മാവിന്ന് മാങ്ങ പറിക്കണമെന്നുണ്ടെങ്കിൽ കമ്പ് വേണ്ടേ? നമ്മളെങ്ങാനും കമ്പെടുക്കുന്ന അമ്മ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല തല്ല് കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചേച്ചി ചെയ്യുന്നേ? ഞാനാണെങ്കിൽ മാങ്ങ തിന്നുന്ന കാര്യം ഓർത്തിട്ടങ്ങ് കൊതിച്ചു പോയായിരുന്നു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? കണ്ണാച്ചി മാവേന്ന് മാങ്ങ പറിക്കണം. അത് എങ്ങനെ പറിക്കണം? കമ്പില്ലാതെ മാങ്ങ പറിക്കണം. അതിനിപ്പോ എന്താ വേണ്ടേ? നേരെ അങ്ങ് മാവേലോട്ടങ്ങ് വലിയങ്ങ് കയറിയേക്കണമെന്നേ. സിമ്പിൾ. ഓ, വലിയ കാര്യമായിപ്പോയി. ഇതായിരുന്നു നിന്റെ ഐഡിയ. അതിനിപ്പോ ആര് മാവ കയറാനാ? എനിക്കെങ്ങും മാവ കയറാനൊന്നും അറിയത്തില്ല. പിന്നെ എന്തിനാ പത്തുമണികളെ ഈ കിങ്ങിണിയോടെ നിൽക്കുന്നത്? ഞാൻ വേറെ ഈ മാവയില്ല. എടി, അതിന് നിനക്ക് മരം കയറാനും അറിയാവോ? പിന്നെ അറിയാതെ എന്റെ സ്കൂളിലെ കഴിഞ്ഞ വർഷം ആ മൂവാണ്ട മാവേന്ന് 2.5 കിലോ മാങ്ങ പറിച്ച് മരം കയറ്റത്തിനുള്ള സമ്മാനം വാങ്ങിച്ചതാരാ? ഈ ഞാൻ തന്നെ. മാങ്ങാപറി മത്സരമോ? അതെന്ത് മത്സരമാടി? എന്റെ സ്കൂളിലൊന്നും ഇങ്ങനൊരു മത്സരമേ ഇല്ലല്ലോ. അതിന് ചേച്ചിയുടെ സ്കൂളിലെ മാവുണ്ട, അത് മൂവാണ്ടമാവ്. ഇതേ മൂവാണ്ടമാവുള്ള സ്കൂളിൽ മാത്രം നടത്തുന്ന മത്സരമാ. എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യുക, ഒരു മൂവാണ്ടമാവ് മേടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവെക്ക്. അതാവുമ്പോ അടുത്ത വർഷം ചേച്ചിയുടെ സ്കൂളിൽ മത്സരം നടത്താലോ. ആ മതി മതി, വാച ഓടിച്ച് സമയം കളയാതെ വേഗം മാവ കയറി മാങ്ങ പറിച്ച് താഴെയിടാൻ നോക്ക്. അമ്മ വരുന്നതിന് മുമ്പേ നമുക്കിതെല്ലാം നടത്തണം. എന്നാ പിന്നെ ഞാനാ മരത്തിലോട്ട് അങ്ങ് കയറിയേക്കാം. നിങ്ങൾ പോയിട്ടേ വല്ല ചാക്കോ കൊട്ടയോ എന്താന്ന് വെച്ച് എടുത്തോണ്ട് വാ. അതാകുമ്പോ മാങ്ങ പറിച്ചിടാലോ. കൊട്ടയോ? അതെന്തിനാടി ഇപ്പൊ കൊട്ട? നമ്മളാകെ കൂടെ 2 മാങ്ങയിലേ പറിക്കുന്നുള്ളൂ. ഈ ചേച്ചി ഒരു മണ്ടൻ തന്നെ. ഞാൻ എന്തായാലും മാവ കയറുക. എന്നെ പോലെ ഈ മാവിന്റെ മോളിൽ കയറാൻ അറിയാവുന്ന ആരും ഇടില്ല. എന്നാ പിന്നെ കയറുന്ന സ്ഥിതിക്ക് എല്ലാ മാങ്ങയും അങ്ങ് പറിക്കാമെങ്കിൽ നമുക്കത് ചാക്കിലാക്കി വിറ്റൂടെ? സൂപ്പർ ഐഡിയ. അത് ശരിയാ. അതാവുമ്പേ ബാക്കി പൈസ എഴുതി നമുക്ക് കുടുക്കലിടാലോ. അടുത്ത തവണ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ നമുക്കും ഒപ്പം പോവാലോ. എങ്കിൽ ഞങ്ങൾ ദേ പോയി താവുന്നു. ചേച്ചി, ഇതാ കൊട്ട എവിടെ ഇരിപ്പുണ്ട്, വന്ന് നോക്ക്. ചിന്നുകുട്ടി, പയ്യെ പറയടി, അമ്മ കേക്കും. അയ്യോ ചേച്ചി, ഞാനത് ഓർത്തില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, ആരും കേട്ടിട്ടില്ല. വേഗം വാ, കൊട്ട എടുത്തോണ്ട് പോവാം. സമ്മതിച്ചു നിന്നെ. നീ പറഞ്ഞെങ്കിലും ഇത്രയും മാങ്ങ നീ പറിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ കിങ്ങിനി. അതായി കിങ്ങിനി. കിങ്ങിനിക്ക് ഒരു വാക്കേ ഉള്ളൂ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. മതി മതി സംസാരിച്ചത്. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് വേണം നമ്മൾ ആരെങ്കിലും കാണാൻ. വേഗം വാ, ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് ഇതുകൊണ്ട് വിൽക്കാം. അല്ല ചേച്ചി, ഇതിപ്പോ നമ്മൾ എവിടെ കൊണ്ട് വിൽക്കും? എടി, അതിപ്പോ നമ്മുടെ അച്ഛനും മാമനും ഒക്കെ പോകാറുള്ളൊരു ചന്തയില്ലേ, അവിടെ കൊണ്ട് വിറ്റാലോ? വേണ്ട ചേച്ചി, നമുക്ക് അവിടെ പോവണ്ട. അവിടെയല്ലേ ഇവരൊക്കെ എപ്പോഴും പോകുന്നേ. ഇനി എങ്ങാനും നമ്മളെ അവിടെ വെച്ച് കണ്ട പ്രശ്നമാവൂലേ? അത് ശരിയാ, ആ ചന്തയിൽ പോവണ്ട. പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യാ? എവിടെ കൊണ്ടൊന്ന് വിൽക്കാൻ പറ്റും നമുക്ക്? ചേച്ചി ചേച്ചി ചേച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് മൺകുട്ടൻ ചേട്ടൻ പറഞ്ഞത്, ആ മഞ്ചാടിക്കുന്നിന്റെ താഴെ ഒരു ചെറിയ ചന്ത ഉണ്ടെന്ന്? ആ ചന്തയെ ചെറുതാണെങ്കിലും ഇങ്ങനെ വീട്ടിൽ പിടിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വിറ്റാലേ നല്ല പൈസ കിട്ടുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് അവിടെ കൊണ്ട് വിറ്റാലോ? അത് ശരിയാ. പക്ഷേ എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയത്തില്ലടി. അത് തന്നെയല്ല, അത് കുറച്ച് ദൂരെയല്ലേ. അത് സാരമില്ല ചേച്ചി, നമുക്ക് പോകുമ്പോഴേ മണിക്കുട്ടൻ ചേട്ടനെയും മിന്നൂനെയും കൂടെ വിളിക്കാം. അവർക്കാവുമ്പോ വഴിയൊക്കെ അറിയാലോ.
എങ്കിൽ പിന്നെ സമയം കളയണ്ട. ഞാനേ ഈ കൊട്ട എടുത്ത് പാലത്തിന്റെ താഴെ പോയി പാത്തിരിക്കാം. നിങ്ങൾ പോയിട്ട് മണിക്കുട്ടനെയും മിന്നുനെയും കൂടെ വിളിച്ചിട്ട് വേഗം വാ. അപ്പൊ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? മണിക്കുട്ടൻ ചേട്ടന്റെ വീട്ടിലേക്ക്. പറയൂ കൂട്ടുകാരെ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? മണിക്കുട്ടൻ ചേട്ടന്റെ വീട്ടിലേക്ക്. മണിക്കുട്ടൻ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ്? അത് നമുക്ക് മാപ്പിനോട് ചോദിക്കണം. പറയൂ മാപ്പ്, മണിക്കുട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ്? കാട്, മല, പുഴ,